മറലി ശിഹാബ് തങ്ങൾ, ഹൈദറി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർക്ക് ശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ മുഷാവറയിൽ എടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരഭിപ്രായ വ്യത്യാസം യഥാർത്ഥത്തിൽ സമസ്തയിലുണ്ടാകേണ്ടതില്ല. കാരണം യാതൊരു വിധത്തിലുള്ള തടസ്സവും അദ്ദേഹത്തെ മുഷാവറ മെമ്പറാക്കുന്നതിന് നിലവിലുള്ള സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ചിലരൊക്കെ പറയുന്നത് സമസ്തയുടെ മുഷാവറ അംഗങ്ങളിൽ എടുക്കാനുള്ള പാണ്ഡിത്യമോ യോഗ്യതയോ തൻ്റെ 2 ജ്യേഷ്ഠ സഹോദരന്മാർ ഫൈസിമാരാണല്ലോ, അതുപോലെ തങ്ങൾക്കില്ല, സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കില്ല എന്നാകും. അപ്പേരിലും സമസ്തയുടെ മുഷാവറയിൽ എടുക്കണമെങ്കിൽ എടുക്കാതിരിക്കാൻ തടസ്സമൊന്നുമില്ല. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അധ്യക്ഷരായി അഭിവന്ദരായ ശൈഖുന അവറുകൾ, താജുൽ ഉലമ അവറുകൾ വരുന്നത് 1966-ലാണ്. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആ യോഗത്തിൽ തന്നെ ശൈഖുന അവറുകളുടെ അധ്യക്ഷയിൽ കൂടിയ മുഷാവറ തീരുമാനിച്ചത് ജനറൽ ബോഡി വിളിക്കണം ആണ്. ജനറൽ ബോഡി വിളിക്കണമെന്ന് മാത്രമല്ല, ജനറൽ ബോഡി മെമ്പർമാർക്കെല്ലാം സമസ്തയുടെ ഭരണഘടന ലഭ്യമാക്കണം. ആ ഭരണഘടന എല്ലാവരുടെയും കയ്യിൽ അച്ചടിച്ച് വിതരണം ചെയ്യണമെന്നതാണ് ശൈഖുന താജുൽ ഉലമ അവറുകൾ പ്രസിഡന്റായി വന്ന ആ ഉടനെ തന്നെയുള്ള തീരുമാനം. അതിനു മുൻപ് വർഷങ്ങളായി സമസ്തയുടെ മുഷാവറ ജനറൽ ബോഡി വിളിക്കുന്നില്ല. ജനറൽ ബോഡി അംഗങ്ങളും ആർക്കും അറിയില്ല. ഭരണഘടന പണ്ട് 34 രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ശേഷമുള്ളവർക്കൊന്നും അങ്ങനെ ഒരു അച്ചടിച്ച ഭരണഘടന ലഭ്യമായിട്ടുമില്ല. അപ്പോൾ ആദ്യമായി സമസ്തയുടെ ഭരണഘടന അച്ചടിക്കേണ്ടി വന്നു. അച്ചടിച്ച യോഗം കഴിഞ്ഞ, ജനറൽ ബോഡി കഴിഞ്ഞ ഏതാണ്ട് ഉടനെ തന്നെയുള്ള മുഷാവറ കൃത്യമായി 966 9-ാം മാസം എന്നാണ് സെപ്റ്റംബറിലേക്ക് അല്ലേ, 966 സെപ്റ്റംബർ മാസം 23-ാം തീയതി ചേരുന്ന സമസ്തയുടെ മുഷാവറയിൽ തന്നെ അച്ചടിച്ച് വിതരണം ചെയ്ത ആ ഭരണഘടന ഭേദഗതി ചെയ്യാൻ, ആവശ്യമുള്ള വകുപ്പുകൾ ഭേദഗതി ചെയ്യാൻ വേണ്ടി ഒരു സമിതിയെ നിശ്ചയിക്കുകയും ആ സമിതി ചില ഭേദഗതി കൊണ്ടുവരികയാണ് ചെയ്തത്. അതിൻ്റെ മുമ്പത്തെ മുഷാവറയാണ് ഭേദഗതി വേണ്ടി വകുപ്പ് സമിതിയെ നിശ്ചയിച്ചത്. ആ നിശ്ചയിച്ചതനുസരിച്ച് ഭേദഗതി നിർദ്ദേശിച്ചത് എന്താണെന്നറിയോ? ഭരണഘടനയുടെ 3-2 മൂന്നാം വകുപ്പ് 2-ാം വകുപ്പിലെ മുഷാവറ അംഗങ്ങൾ കൊടുത്ത നിർവചനത്തിനും യോഗ്യതകൾക്കുമുള്ള വിവരം പറയുന്നിടത്ത്, യോഗ്യത ഉണ്ടല്ലോ സമസ്തയുടെ മുഷാവറയെ സംബന്ധിച്ച്. മുഷാവറയിൽ എടുക്കണമെങ്കിൽ നല്ല മുദരിസാകണം, ഫത്വാക്ക് യോഗ്യത ഉള്ളവരാവണം. അങ്ങനെയാണ് സമസ്ത മുഷാവറയിൽ എടുക്കുക എന്നാണ്. അതാണ് ഭരണഘടനയിലുള്ളത്. അച്ചടിച്ച പ്രഥമമായിട്ടുള്ള ഭരണഘടന കണ്ടിച്ച ശേഷമായി ഇത് പറയുന്നത്. ഇങ്ങനെ കൂട്ടിച്ചേർക്കണമെന്നാണ് 23/9/1966 മുഷാവറ തീരുമാനിക്കുന്നത്. എങ്ങനെ കൂട്ടിച്ചേർക്കണമെന്ന്? എന്നാൽ വോട്ടവകാശമില്ലാതെ ആവശ്യമെന്ന് കാണുന്ന പക്ഷം 4-ൽ അധികരിക്കാത്ത സാദാത്തുക്കളെ മുഷാവറയിൽ അംഗമാക്കാവുന്നതാണ് എന്ന്. അപ്പൊ 4-ൽ അധികമാകാത്ത, 4 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 40 അംഗങ്ങളാണ് മുഷാവറ. അപ്പോൾ 10%. 10%-ത്തിലധികം വരാത്ത 10% സാദാത്തുക്കളെ യോഗ്യത നോക്കാതെ സമസ്ത മുഷാവറയിൽ എടുക്കണം എന്നാണ് ആ മുഷാവറ അന്ന് പാസാക്കിയത്. ഇത് പക്ഷേ ജനറൽ ബോഡി അംഗീകരിക്കണം. അപ്പോഴേ ഭരണഘടനയുടെ ഭേദഗതി ശരിയാവുള്ളൂ. അതിനുവേണ്ടി പട്ടിക്കാട് ജാമിയ നൂരിയയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ജാമിയ നൂരിയയിൽ ചേർന്നിട്ടുള്ള ജനറൽ ബോഡി ഈ ഭേദഗതിയെ ചൊല്ലി വമ്പിച്ച കോലാഹലവും തർക്കങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഏതായാലും പാസ്സാക്കാനുണ്ടായിട്ടുള്ളത് സമസ്തയുടെ മിനിറ്റ്സ് പറയുന്നു. സമസ്തയുടെ 85-ാം വാർഷിക യോഗ തീരുമാനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതും 60-ാം വാർഷികത്തിലൊക്കെ ചേർത്തിട്ടുള്ളതൊക്കെയാണിത്. ഇത് വാസ്തവത്തിൽ ചില ഗൂഢോദ്ദേശങ്ങളോടുകൂടെ ഇതിനു വേണ്ടി ഈ ഭേദഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചതും, ജനറൽ ബോഡിയിൽ അതിൻ്റെ ശബ്ദവും വിവാദവും തർക്കവും നടന്നപ്പോൾ ഈ ഭേദഗതി പാസ്സാക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചതും
അതിന് ഇഷ്ടമുള്ള ജനറൽ ബോഡി മെമ്പർമാരെ ചട്ടം കെട്ടിച്ചതൊക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ജനറൽ സെക്രട്ടറി മർഹൂം ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അവറുകളാണ്. അള്ളാഹു അദ്ദേഹത്തെയും നമ്മയും അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അപ്പൊ ശംസുൽ ഉലമ ഇ.കെ. അവറുകൾ എന്നു തന്നെ എപ്പോഴും വിളിക്കുകയും ആ നിലക്ക് തന്നെ വിശേഷിപ്പിക്കുകയും ലോകത്ത് എല്ലായിടത്തും എക്കാലത്തും ശംസുൽ ഉലമ അവരാണ്, അതിൻ്റെ മുമ്പുള്ളവരൊക്കെ കാലികമായിട്ടോ പ്രാദേശികമായിട്ടോ ഉള്ള ശംസുൽ ഉലമകളാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരുടെ നേതൃത്വത്തിലുള്ള സമസ്ത മുഷാവറയെ സംബന്ധിച്ചിടത്തോളം യോഗ്യതയില്ലാതെ തന്നെ സാദാത്തിന് വെക്കാലോ. അപ്പൊ അതിനെ ചൊല്ലൊരു പ്രയാസം വാസ്തവത്തിൽ സമസ്തയിൽ ഉണ്ടാകേണ്ടതില്ല, ഉണ്ടായിട്ടും ഉണ്ടാകില്ല എന്നാണ് നമ്മുടെ ധാരണ. മറ്റെന്താണ് പ്രശ്നമെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അവർ തമ്മിൽ തീരുമാനിക്കേണ്ട പ്രശ്നങ്ങളാണ്. ഇതൊരു പ്രശ്നമാകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാഹു അക്ബർ.